എൻ്റെ പേര് ബാബു കലീന. ഞാൻ ഇല്ലില്ല, ഇവിടെ ഞാൻ പുതിയതായിട്ട് വന്നതാണ്. 2 വർഷമായിട്ടുള്ളൂ. സ്ഥലത്തിട്ട് ഓർഗനൈസേഷനൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. നേരത്തെ അബുദാബിയിലായിരുന്നു. 15 വർഷം അബുദാബിയിലായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ പോയിട്ട് പിന്നെ ഇപ്പൊ ഫാമിലി ബാബു കലീന എന്ന് പറയും. അബുദാബി എയർപോർട്ടിലായിരുന്നു. ഇത്തിഹാദ് എയർവേസിലായിരുന്നു. 15 വർഷം അബുദാബി എയർപോർട്ടിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തത്. ഓ അത് ശരി, അംദാ സ്ട്രീറ്റില്. ഓ അത് ശരി. അപ്പം ചിലപ്പം പരിചയപ്പെട്ട് കാണുമായിരിക്കും അവിടെ വെച്ച് അറിയാണ്ട്. നേരത്തെ ഉണ്ടായിരുന്നേ. അറിയാം. ഞാൻ 25 വർഷമായിട്ട് ആ സെയിം അവിടെ തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു. അതുകൊണ്ട് വർഷങ്ങളായിട്ട് പലരെയും അറിയാം. അത് തന്നെ എയർപോർട്ടിലായിട്ട് ഇവിടെ ട്രാവൽ ചെയ്യുന്നവരെയൊക്കെ ഇങ്ങനെ പലരുമായിട്ടും ബന്ധപ്പെട്ട നാട്ടുകാരെ എല്ലാവരും. ഓ അത് ശരി. ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടെ എല്ലാ വർഷവും പോകാറുണ്ട്. വരുന്ന വീട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് എൻ്റെ സിസ്റ്റർ അവിടെ മോള് ഷാർജയിലുണ്ട്. അപ്പം ഞങ്ങള് മിക്കവാറും അങ്ങനെ അതുവഴിയൊക്കെ ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ താമസിച്ച പാസ്പോർട്ട് റോഡ്, അബുദാബി സിറ്റി തന്നെ. അറിയാം, ഫ്രണ്ട്സ് റോഡ് അറിയാം. തൊട്ടടുത്ത് തന്നെ അല്ലേ? അതന്നെ. മലയാളി സമാജത്തിൽ പോകണം. കേരള അസോസിയേഷൻ പിന്നെ അതിന്റെ തൊട്ടടുത്ത് ഞാൻ താമസിച്ചിരുന്നത്. അതിനടുത്ത് തന്നെ ഉണ്ട്. ഓ അത് ശരി. അറിയാം. നാട്ടിൽ വെച്ച് അവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അത് തന്നെ. അത് ശരിയാ. ഞങ്ങള് ഷിഫ്റ്റാ വർക്ക് ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും സമയം കിട്ടുമായിരുന്നു. ഓക്കെ. അല്ലല്ല, എടമൺ റാന്നി എടമൺ. ഇവിടെ പിന്നെ ട്രിനിറ്റി മർത്തമ ചർച്ച്. സെയിം പള്ളി. അത് തന്നെ. എനിവേ, അത് ശരി. എന്റെ ബ്രദറിലുള്ള CSIയിലെ അച്ഛനാ ഇവിടെയുള്ള നാട്ടിലെ തോമസ് മാത്യു എന്നാണ് പേര്. ഇപ്പം ഓമല്ലൂര്, പത്തനംതിട്ട ഓമല്ലൂര് പള്ളിയിലാണ്. ഉണ്ട്, ഫാമിലി ആയിട്ടുണ്ട്. മോനുണ്ട്. മോള് ഷാർജയിലാണ്, കല്യാണം കഴിഞ്ഞുണ്ട്. മോനിവിടെ പഠിക്കുന്നു. ഞങ്ങള് നോർത്ത് ഷോറിലാണ്. ഇവിടെ സ്വല്പം ദൂരെയാണ്. എനിവേ, വളരെ സന്തോഷം.